കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോ എന്റെ വൈദേഹി എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ. അവള് മാത്രമേ എന്നോട് ഇത്രയും സ്നേഹവും കരുതലും കാണിച്ചിട്ടുള്ളൂ. അവൾക്ക് മാത്രമേ എനിക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ മടിയില്ലാത്തൊരു മനസ്സുണ്ടാവൂ. എനിക്കറിയാം ദേവേട്ട, ഞാൻ ഏത് രൂപത്തിലായാലും ദേവേട്ടൻ എന്നെ തിരിച്ചറിയാൻ പറ്റും. അതാണ് നമുക്കിടയിലുള്ള ബന്ധത്തിന്റെ ആഴം. പക്ഷേ നീ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇനിയിപ്പോ എന്നോട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന് നോക്കിയാ എപ്പോഴും ഞാനും വൈദേഹിയും ഒന്നിക്കണമെന്ന് മാത്രമേ നീ ആലോചിച്ചിട്ടുള്ളൂ. പിന്നെ നിന്റെ ആരുമല്ലാത്ത എനിക്ക് വേണ്ടി എന്തിനാ ഇതുപോലെ നിന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ദമ്പതിമാരുടെ പേരിൽ അർച്ചന ചെയ്താൽ മതി. ആരാ ദമ്പതിമാര്? എന്നാ പേരും നക്ഷത്രം പറഞ്ഞോളൂ. ദേവൻ തിരുവാതിര, വൈദേഹി മകം. നീ ആരാ ജാനകി? തുറന്നു പറ, സത്യത്തിൽ ആരാ നീ? ദേവേട്ടനല്ലേ പറഞ്ഞേ ഞാൻ വൈദേഹിയാണെന്ന്? ദേവേട്ടന്റെ വൈദേഹി തന്നെ. എന്ന് വെച്ചാ വൈദേഹി എന്നിലേക്ക് പ്രവേശിച്ച് ഇതൊക്കെ ചെയ്യിച്ചതാന്ന് വെച്ചോ? എന്റെ വൈദേഹി എങ്ങനെയാ നിന്നിലേക്ക് പ്രവേശിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈദേഹി പ്രേതമാണെന്ന് പറയരുതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. വൈദേഹി നേരിട്ട് വന്ന് ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടാണ് ദേവേട്ടന് ജീവൻ തിരിച്ചു കിട്ടിയെന്നല്ലേ പറഞ്ഞ. അതുപോലെ തന്നെ എന്നിലൂടെ ദേവേട്ടന് വേണ്ടി ഇതൊക്കെ ചെയ്യിക്കാണെന്ന് വിചാരിച്ചോളൂ. അതൊക്കെ പോട്ടെ ദേവേട്ടാ, ഞാൻ തന്നെ വൈദേഹി എന്ന് വിചാരിച്ചോളൂ.
എഴുന്നേക്ക്. ദേ നോക്ക്, ഈ പരിപാടി വേണ്ടെന്നാ പറഞ്ഞേ. ദേവനും വൈദേഹി ഒന്നിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? ഉം. അത് മതി. നീയായിട്ട് നിന്നാ മതി. എന്റെ വൈദേഹിയുടെ സ്ഥാനം അവൾക്ക് മാത്രമുള്ളതാ. അപ്പൊ അങ്ങനെയാണോ? ഞാനായിട്ട് നിന്നോളാം. വൈദേഹിയുടെ സ്ഥാനം വൈദേഹി എടുത്തോട്ടെ. അതിരിക്കട്ടെ. നിന്നെ ആരെ കൊല്ലാൻ ശ്രമിച്ച? ആ മാളവികയാണോ? എന്റെ അറിവിൽ നിനക്കിവിടെ ആ മാളവികയല്ലാതെ മറ്റൊരു ശത്രു ഉണ്ടാവില്ല. അത് ആ മാളവികയാണ് നിന്നോട് ചെയ്തെങ്കിൽ പറ, അവക്ക് ഞാൻ കൊടുത്തോളാം. എനിക്ക് കാര്യം പിടികിട്ടി. അവിടെ ഇരിക്കുന്നേ വേട്ടാ. സത്യമായിട്ട് എനിക്ക് ആരാന്നറിയില്ല. അത് നീ വെറുതെ പറയുന്നല്ലേ? അപ്പൊ നിന്നെ ആക്രമിക്കാൻ വന്നത് ആരാണെന്ന് നീ കണ്ടതേയില്ല? കണ്ടിരുന്നത് വേട്ടാ. പക്ഷേ അത് ആരാന്നറിയില്ലല്ലോ. ഇതിനു മുമ്പ് ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. എന്റെ ജനന രഹസ്യം അറിയാതെ ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയ്ക്ക് എനിക്കൊരു വിലയും കിട്ടാൻ പോകുന്നില്ല ദേവേട്ട. ആദ്യം മാളവികയിൽ നിന്ന് ആ രഹസ്യം മനസ്സിലാക്കി എടുക്കണം. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയട്ടെ. എന്നിട്ട് അവക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. അതുവരെ ഈ രഹസ്യം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ജാനകി, പറ, എന്താ നീ ആലോചിക്കുന്നത്? ആരാ ആക്രമിച്ചെന്നാണോ? അതിനി മാളവികയാണെങ്കിലും മറ്റാരാണെങ്കിലും കൊള്ളാം. ഇനി നിന്നോടൊപ്പം ഞാനുള്ളിടത്തോളം നിന്റെ നിഴലിനെ പോലും ആരും തൊടില്ല. എന്നെ കടന്ന് ഏതൊരാപത്തും നിന്റെ അടുത്തേക്ക് വരും.
നിനക്ക് വേണ്ടി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നീ ജാനകി മാത്ര. എന്റെ വൈദേഹിയുടെ സ്ഥാനം വൈദേഹിക്കുള്ളതാ. അതിലങ്ങനെ ഒരു മാറ്റവും ഇല്ല. നിനക്ക് മനസ്സിലായല്ലോ? ആ നിനക്കെല്ലാ കാര്യങ്ങളും അറിയാം. അതിൽ കിടക്കാൻ നീ നോക്കിയൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. എന്നാ നീ റെസ്റ്റ് എടുത്തു. ബൈ. ശരി ദേവേട്ടാ, ഞാൻ റെസ്റ്റ് എടുത്തോളാം. എത്ര വലിയ കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഒരു 5 മിനിറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ വൈദേഹിയോട് എല്ലാം തുറന്നു പറയായിരുന്നു. അതോടെ അവളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയാനെ. അപ്പോഴേക്ക് ഇവര് വന്ന് പിടികൂടി. ഇപ്പോ ഈ കാര്യം ഞാൻ എങ്ങനെയാ വൈദേഹിയെ അറിയിക്കുന്നത്? എന്താ ഒരു വഴി? അവിടെ മാളവികയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവരുത്. ഇനി തൊട്ട് എല്ലാ കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിക്കണം. മാഡത്തിനോട് ഒരു കാര്യം പറയാൻ ഒന്ന് തുറക്ക്. മാഡത്തിനോട് ഒരു കാര്യം പറയാൻ വന്നപ്പോ തൊട്ട് ഞാൻ എല്ലാരോടും ചോദിച്ചു. ആരും മാഡത്തിന്റെ അടുത്തോട്ട് വിടുന്നില്ല. എന്താ നിന്റെ പ്രശ്നം? നീ ഇവിടെ എത്ര ബേളം വെച്ചാലും നിന്നെ ഇവിടെ ഇറക്കി വിടുമെന്ന് കരുതണ്ട. മാഡം, എന്നെ ഇറക്കി വിടാൻ ഞാൻ പോലും ചോദിച്ചില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വിട്ടല്ലേ പറ്റൂ. എത്ര നാളെന്ന് വെച്ചാൽ എന്നെ ഇവിടെ പിടിച്ചിട്ട് വളർത്താൻ പോകുന്നത് മാഡം? നിന്നെ വിടാൻ പറയാനല്ലേ എന്നെ വിളിച്ചത്. പിന്നെ എന്താ നിന്റെ പ്രശ്നം? മാഡത്തിന്റെ മോള് മാളവികയെ കൊട്ടാരം വീട്ടിലെ അനന്തരവളായിട്ട് അങ്ങോട്ട് അയച്ചില്ലായിരുന്നു. അതിന്റെ പുറകിലെ ഉദ്ദേശം എന്താ? ഏയ്, നിന്റെ തലയ്ക്ക് എന്താ ഓളോ? അതെന്തെങ്കിലും ആവട്ടെ, നിനക്കെന്താ? എന്നൊന്നും എന്നോട് ചോദിക്കരുത് മാഡം. എന്റെ പ്രശ്നം മാഡത്തിന് അറിയാത്തോണ്ടാ. എന്തെങ്കിലും പകുതി അറിഞ്ഞ് പകുതി അറിയാതിരുന്ന ക്ലാരിറ്റി ഇല്ലാതായ എനിക്ക് ഭ്രാന്ത് പിടിക്കും മാഡം. പ്ലീസ് മാഡം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പുറകിൽ മാഡത്തിന്റെ ഉദ്ദേശം എന്താ? അമ്മേ, അമ്മേ. ബേബി, നിന്നെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. എന്തു പറ്റി? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ, അമ്മ പറഞ്ഞതുപോലെ തന്നെ സിമ്പതി ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ ജാനകിയാണ് ഒന്നും അറിയാത്ത ഭാവം നടിക്കുന്നത്. ഞാനാ കൊല്ലാൻ നോക്കിയെന്ന് അവക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും എന്റെ പേരവള് പറയാത്തത്? എന്ത്? ഇവള് ജാനകിയെ കൊല്ലാൻ നോക്കിയെന്നോ? ഹേ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? മോം, ഇവരെന്തിനാ ഇവിടെ ഇട്ടേക്കുന്നേ? ഇവന്റ് മാനേജർ അല്ലേ ഇത്? ഇവന്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൂടിയതുകൊണ്ടാ പിടിച്ചോണ്ട് വന്നേ. ഈ ഇടയായി നീ ആ ജാനകി കാരണം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ബേബി? കഴിഞ്ഞ ദിവസം എന്താ നടന്നേന്നറിയോ? ശരിക്കുള്ള അനന്തരവളെ എനിക്കേ അറിയൂ. വൈദേഹിയാണത്. ഈ കാര്യം വൈദേഹിയും വർമ്മ സാറിനെ ഉടനെ തന്നെ അറിയിക്കണം. അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും. വിടന്നെ, വിടന്നെ, വിട്. അതാ നടന്നത്. ഇപ്പൊ മനസ്സിലായോ ബേബി? ഞാൻ സംസാരിച്ചത് ഇവള് കേട്ടത് ഞാൻ കണ്ടതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അല്ലാതെ ആ വർമ്മയെങ്ങാനും സത്യം അറിഞ്ഞിരുന്നെങ്കിൽ കട്ടയും പടവും അടക്കിക്കൊണ്ട് നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നേനെ.
സത്യം പറയടി, നീ ആരാ? ആരിവിടുത്തെ ആരായ നിനക്കെന്താ കാര്യം? അന്നെന്റെ കല്യാണ ദിവസവും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിട്ടത് കൊണ്ടാ ഇന്ന് ജാനകി എന്ന മരണം എന്റെ തലയിലായത്. നിനക്ക് ശരിക്കും എന്താ വേണ്ടേ? അതൊന്നുമല്ല കാര്യം. എനിക്ക് ഒരു കാര്യം അറിഞ്ഞാ മതി. വൈദേഹി ശരിക്കുള്ള അനന്തരവളല്ലേ? അവൾക്ക് പകരം നീ എന്തിനാ അവിടെ അനന്തരവളായിട്ട് കയറി പറ്റിയേ? ദേവനെ എന്തിനാ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ നീ ദേവനെ കല്യാണം കഴിച്ചാലും നാളെ വൈദേഹി തിരിച്ചു വന്നാ അപ്പ ഇറങ്ങിയല്ലേ പറ്റൂ. ഇനി ഏതു വൈദേഹി? അവളെ എന്നേ കൊന്നു കളഞ്ഞു. അല്ല, നീ എന്താ ഇതൊക്കെ അന്വേഷിക്കുന്നേ? അവക്കും നിനക്കും തമ്മിൽ എന്താ ബന്ധം? ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ നീ പ്ലാൻ ഇട്ടിരിക്കുന്നേ? എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാ എല്ലാം ഒന്നും അറിയണോ? അത്രേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ അയലോക്കത്ത് ഒരു പെണ്ണ് പെട്ടെന്ന് കാണാതായെന്നിരിക്കട്ടെ. എവിടെ പോയതായിരിക്കും? എന്തു പറ്റിയതായിരിക്കും? ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയോ? പല ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? സത്യം എന്താണെന്ന് അറിയുന്നതുവരെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. അതാ ഇവിടെ എന്റെയും പ്രശ്നം. ഏത് കാര്യവും അങ്ങേ അറ്റം വരെ അറിയുന്നവരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ചോദിക്കാം, എന്നോട് പറയൂ പ്ലീസ്, എന്നോട് പറയേ. മോം, ഇതിനെ ഇപ്പൊ എവിടുന്ന് പിടിച്ചോണ്ട് വന്നതാ? നമ്മുടെ തായ്വേര് വരെ ഇവൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ. ജാനകിയുടെ കാര്യം കഴിഞ്ഞിട്ട് ഇവളെ ഒതുക്കാനും എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അതുവരെ ഇവള് ചാടിപ്പോവാതെ നോക്കിക്കോ. ഓക്കെ ബേബി. മാളവികേ, മാളവികേ, പ്ലീസ് 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 എന്നോട് സത്യം പറഞ്ഞിട്ട് പോണേ. മാളവികേ പ്ലീസ്. മാഡം 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 മാഡം. ഒന്നും പറയാതെ പോയി കളഞ്ഞല്ലോ. ജാനകിയെ കൊല്ലാൻ ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരത്ര നിസ്സാരക്കാരൊന്നുമല്ല. എങ്ങനെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു ചാടിയാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. വൈദേഹിയെ രക്ഷിക്കണം. സത്യം അവളെ അറിയിക്കണം.